നമ്മൾ ആക്ച്വലി ഇന്ന് കമൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. കമൻ്റ് വലിയൊരു ടോപ്പിക് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആക്ച്വലി ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ കൊളാബിൽ ആണ് നമ്മൾ ആക്ച്വലി പൈത്തൺ നമ്മൾ എഴുതി നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഗൂഗിൾ കൊളാബ് എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പൈലറാണ്. അപ്പോൾ നമുക്ക് പൈത്തൺ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തില്ല അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നമുക്ക് ഗൂഗിളിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, VS കോഡിലാണ് ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇല്ല എങ്കിൽ ഗൂഗിൾ കൊളാബിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഗൂഗിൾ കൊളാബ് ഞാൻ എടുക്കുവാണ്. ഓക്കെ, ഇതാണ് ഗൂഗിൾ കൊളാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്പൺ കൊളാബ്, ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് വർക്കൗട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പൈത്തൺ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇതിൽ ന്യൂ നോട്ട്ബുക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നമ്മുടെ ഫയലിൻ്റെ പേരായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ലോക്കലി ഉള്ള ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് കുറേ ഫയൽസ് ഇങ്ങോട്ട് എടുക്കാനും ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ കോഡ് നമുക്ക് അടിക്കാം. പിന്നെ ഇങ്ങനെ കുറേയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ യൂസ് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഗൂഗിൾ കൊളാബ്. ഇനി നിങ്ങൾക്ക് ഇതിൽ അല്ലെങ്കിൽ നമുക്കിതിൽ പ്രോഗ്രാം ചെയ്ത് നോക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ കണക്ട് ചെയ്യണം. കാര്യം ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പൈലർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിന് മെമ്മറിയും അതുപോലെ തന്നെ റാമും അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കണക്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ നമ്മൾ കണക്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കണക്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഡിസ്കും അതുപോലെ റാമും അലോക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ സൈഡിൽ കാണിക്കും. അപ്പോൾ അത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റാമും ഡിസ്കും എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിനെ പറയുന്നത് ഒരു സെല്ല് എന്നാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു സെല്ല്. അപ്പോൾ ഇവിടെ ഞാനൊരു പ്രോഗ്രാം ആക്ച്വലി ജസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുവാണ്. ഞാനൊന്ന് റൺ ചെയ്ത് നോക്കുവാണ്. ഓക്കെ, വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമൻറ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ എഴുതുവാന്ന് നോക്കാം. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെ നമ്മൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, അതായത് ഇന്ന ഫംഗ്ഷൻ ഇന്നതായിരിക്കും ഇൻപുട്ട് എടുക്കുക, ഇന്നതായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ എഴുതി വെക്കാനാണ് നമ്മൾ ഈ കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാംസ് റൺ ചെയ്യുമ്പോൾ ഒരിക്കലും കമൻറ്റ് സെക്ഷനിൽ ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് റീഡബിലിറ്റിക്ക് വേണ്ടി കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാം ചെയ്തു, കുറേ നാൾ കഴിയുമ്പോൾ വേറൊരു പ്രോഗ്രാമർ ആണെന്ന് നോക്കണമെങ്കിൽ ആക്ച്വലി ആ ഒരു പ്രോഗ്രാമറിന് മനസ്സിലാകണം ഞാൻ എന്താണ് അവിടെ ചെയ്തേക്കുന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു കാര്യം എഴുതി വെക്കാനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള സമ്മ് പോലുള്ള ഫംഗ്ഷൻ അല്ല, നമുക്ക് പുതുതായിട്ടൊരു ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാമർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കമൻറ്റ് എഴുതിയിട്ട് പോകുന്നത്. അപ്പോൾ കമൻറ്റ് നമുക്ക് പല ടൈപ്പിൽ എഴുതും. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഹാഷ് സിമ്പിൾ ഇടുക, എന്നിട്ട് ദിസ് ഈസ് എ കമൻറ്റ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞൊരു കമൻ്റ് ആവും. ഇനി നമുക്ക് അടുത്ത ലൈനിൽ ഇതേപോലെ ഒരു കമൻറ്റ് എഴുതണമെങ്കിൽ പിന്നെയും ഹാഷ് സിമ്പിൾ ഇടണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമൻറ്റ് എഴുതുക. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരുവാണ്, ഇതിപ്പോൾ ഞാൻ അടുത്ത ലൈനിലേക്ക് പോയപ്പോൾ ഹാഷ് സിമ്പിൾ പിന്നെ ഇട്ട് എഴുതണം, ഇത് ഒരു മൾട്ടിപ്പിൾ ലൈനിലുള്ള ഒറ്റ കമൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ആക്ച്വലി നമ്മൾ ഈ ഒരു കോട്ടിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കമൻറ്റ് പോലെ എഴുതി വെക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ this is a multi-line comment. കണ്ടോ, ഇപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മൾട്ടി ലൈൻ കമൻ്റായി. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി കമൻറ്റുകൾ നമ്മൾ പൈത്തണിൽ എഴുതുന്നത്. അപ്പോൾ
കമൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് എഴുതുക എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ.